കുട്ടികൾക്ക് വളരെ ചെറിയ പ്രായം മുതൽ തന്നെ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ എല്ലാത്തിനോടും നന്ദിയുള്ളവരായിരിക്കണം. ഈ ഭൂമിയിൽ നിന്നുള്ള ഒന്നും ഒരു ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് അല്ല. നമ്മുടെ ഒരു എക്സിസ്റ്റൻസ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാത്തിനെയും അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു ബോധം അത് ചെറുതിലേ അവർക്ക് വളർത്തിയെടുക്കണം. നമുക്ക് പണ്ട് ആ രീതികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. രാവിലെ സൂര്യനെ വന്ദിക്കുക, കാരണം സൂര്യൻ ഉണ്ടെങ്കിലല്ലേ പ്രകാശമുള്ളൂ, നമ്മുടെ കൃഷിയും കാര്യങ്ങളും എല്ലാം നടക്കൂ. ഇപ്പോൾ കർഷകരുടെ കാര്യം എടുത്തു നോക്കിയാൽ നമ്മുടെ എല്ലാ ആഘോഷങ്ങളും നന്ദി സൂചകമായിട്ടാണ്, വിളവെടുപ്പിനോടനുബന്ധിച്ചാണ്. ഓണം, വിഷു, പൊങ്കൽ എല്ലാം പ്രകൃതിയോട് നന്ദി പറയലാണ്, അതിൻ്റെ ഒരു ആഘോഷങ്ങളാണ് നമുക്കുള്ളത്. ഇതെല്ലാം നവരാത്രിക്ക് അവർ ഗോലു വയ്ക്കുന്നതിൻ്റെ കൂടെ അവർ ധാന്യങ്ങൾ മുളപ്പിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് ഇപ്പോഴും പലരും ചെയ്യാറുണ്ടത്. പക്ഷെ പണ്ട് ഗ്രാമങ്ങളിൽ നല്ല വിത്ത് നോക്കി ഈ സമയത്ത് അവരത് പാക്കി നവരാത്രി കാലത്ത്, എന്നിട്ട് ആ നവരാത്രി 10ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് ഈ മുളച്ച ഈ സീഡ്ലിങ്സ് അവർ കൊണ്ടുപോയി അവിടെ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ആ നല്ല കരുത്തുള്ള നല്ല ആ മുള നോക്കി അവർ എടുക്കും. അതിന് ഉള്ള ആളുകൾ വരും, അത് വാങ്ങാനുള്ള വ്യാപാരികൾ, കർഷകർ ആരാന്ന് വെച്ചാൽ അങ്ങനെ കൂടെ ഒരു ഭാഗം പണ്ട് കാലത്ത് നമ്മുടെ നവരാത്രിക്ക് പോലും ഉണ്ട്. ഇപ്പോഴാണ് നമ്മളത് മുഴുവനും മാറി പല രീതികളിൽ പല ആചാരങ്ങൾ പല സ്ഥലങ്ങളിലുള്ള പോലെ പോകുന്നു. അപ്പോൾ ഇത് തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഭാരതീയ സംസ്കാരത്തിൽ എല്ലാത്തിനോടും നന്ദി പറഞ്ഞുകൊണ്ടുള്ളൊരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. സൂര്യനോട്, അഗ്നിയോട്, പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ പ്രാർത്ഥന, വെള്ളത്തിനോട്, എല്ലാത്തിനോടും ആ ഒരു നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഒരു എല്ലാ കാര്യങ്ങളും ഉള്ളത്. പക്ഷെ അതൊക്കെ വേറൊരു ഭാഷയിലാകുമ്പോഴത്തേക്കും അത് കണക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്, അറിഞ്ഞുകൂടാ, സാധാരണക്കാർക്കത് മനസ്സിലാവില്ല. അപ്പോൾ ഇതൊക്കെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, അതും അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ആ പ്രാർത്ഥനകളുണ്ടെങ്കിൽ അത് വളരെ ഉപയോഗമായിരിക്കും. അവർക്ക് മനസ്സിലാകാൻ പറ്റും, അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെയാണ് നമ്മുടെ അമ്പലങ്ങളിൽ. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ കേട്ടിട്ടുണ്ട്, എല്ലാ വീടുകൾക്കും അവരുടേതായ, ഓരോ കുടുംബത്തിനും അവരുടേതായ ദേവതകളുണ്ട്. അതിനൊക്കെ അവർ തന്നെയാണ് ഓഫറിങ്സ് ചെയ്യുന്നത്, അത് മറ്റൊരാൾ നിന്നിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കൂടുതലൊരു അടുപ്പം ഉണ്ടാവും അതിനോട്. അപ്പോൾ ഇക്കാലത്ത് അങ്ങനെയല്ല. നമുക്കിപ്പോൾ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് ഒരു വഴിപാട് കൗണ്ടറിൽ പോയിട്ട് ഇപ്പം പൈസ അടച്ചു കഴിഞ്ഞാൽ അവിടെ ചെയ്തോളും. ഞാൻ ഓക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്, കഴിഞ്ഞു, പരിഹാരമായി. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല, തൻ്റേതാണെന്നുള്ളൊരു തോന്നലില്ല അവിടെ. അപ്പോൾ അതൊക്കെ മാറണമെങ്കിൽ ഇതൊക്കെ അറിഞ്ഞും പഠിച്ചും അവരുടെ പരമ്പരയെ മാനിച്ചും അവരുടെ സംസ്കാരത്തെ അറിഞ്ഞുമൊക്കെ അവർക്ക് ജീവിക്കണമെങ്കിൽ ഇതൊക്കെ ചെറിയ പ്രായത്തിൽ ഈ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് അവർക്ക് ആ സംസ്കാരത്തെക്കുറിച്ചുമൊക്കെ ചെറിയ പ്രായത്തിൽ അവർക്ക് അറിവ് പറഞ്ഞു കൊടുത്താലേ നമുക്ക് ഭാവിയിൽ വളരെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ഫാസ്റ്റ് പേസ്ഡ് വേൾഡിൽ അവർക്ക് കണക്ട് ചെയ്യാൻ അറിയില്ല, പലർക്കും അറിയില്ല. പിന്നെ എല്ലാവരും ഫോണിലാണ് കൂടുതലും. അവർ സ്കൂളിൽ പഠിക്കുന്നത് തന്നെ ചെറിയ പ്രായത്തിൽ അവർ കമ്പ്യൂട്ടറിലാണ്. അപ്പോൾ ഈ മനുഷ്യരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അറിയില്ല. അച്ഛനും അമ്മയും എല്ലാവരോടും നമുക്ക് നന്ദി പറയാനുണ്ട്. നമുക്ക് ആരോടും ഈ ഭൂമിയിൽ നന്ദി പറയാനില്ലാത്തവരായിട്ടില്ല. നമുക്കപ്പോൾ ശരിയായ പ്രാർത്ഥനകൾ ശരിയായ രീതിയിൽ പഠിപ്പിച്ച് ഈ തലമുറയിലേക്ക് അത് കൊണ്ടുവരേണ്ടത് വലിയൊരു ആവശ്യമാണ്. അല്ലെങ്കിൽ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എപ്പോൾ പ്രാർത്ഥിക്കണം, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, ഇതാണ് സാധാരണ നമുക്കുണ്ടാവുന്ന ചോദ്യം. അപ്പോൾ എന്ത് പ്രാർത്ഥിക്കണം എന്നുള്ളത് നമ്മൾ ഏതൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ, എപ്പോഴൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതാണ്. ഇതൊരു ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്, വിഗ്രഹം തന്നെ ഇല്ലപ്പോഴാണ്. ഇവിടെ വന്നിട്ടുള്ളത് പ്രാർത്ഥിക്കാനല്ല, കാണാനും സംഭവങ്ങൾ മനസ്സിലാക്കാനും പണ്ടുണ്ടായിരുന്ന ക്ഷേത്രത്തിൻ്റെ സ്ട്രക്ചർ പഠിക്കാനും ആർക്കിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാനാണ്. അപ്പോൾ നമ്മൾ നല്ല മൂഡിലാണെങ്കിൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറയുന്നത് കൊള്ളാം. അതേ സമയത്ത് എനിക്ക് വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യകരമായ പ്രശ്നമുണ്ട്, മാനസികമായ പ്രശ്നമുണ്ട്, നാളെ ഒരു പരീക്ഷ എഴുതണം, ആ സമയത്ത് ഞാൻ എന്താ പ്രാർത്ഥിക്കുക? അപ്പോൾ നമ്മുടെ ഭാരതീയ സനാതന ധർമ്മ
പ്രകാരം ഓരോ പ്രാർത്ഥനയ്ക്കും ഓരോ സമയവും കാലവും ഒക്കെ നോക്കിയിട്ട്, ഇപ്പോൾ പഠനത്തിൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ സരസ്വതിയാണ് പ്രാർത്ഥിക്കുക, ധനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ ലക്ഷ്മിയാണ് പ്രാർത്ഥിക്കുക, എനിക്ക് ശക്തിയാണ് വേണ്ടതെങ്കിൽ ചിലപ്പോൾ ശക്തി സ്വരൂപിണിയാണ് പ്രാർത്ഥിക്കുക, എനിക്കതല്ല സമാധാനവും മെഡിറ്റേഷനും ഒക്കെ ആണെങ്കിൽ ഞാൻ ശിവനെ സംബന്ധിച്ചിടത്തോട്ടാണ്. എനിക്ക് ക്രിയേറ്റീവാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് ബ്രഹ്മം ആണ് വേണ്ടത്, അറിവാണ് വേണ്ടത്, എനിക്ക് റിസർച്ചാണ് വേണ്ടത്, ഞാൻ ബ്രഹ്മാവിനെയാണ് പ്രാർത്ഥിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഭാരതീയ സിദ്ധാന്തത്തിൽ ഭഗവാൻ എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് സിസ്റ്റം പോലെയാണ്. ആ ഗവൺമെൻറ് സിസ്റ്റത്തിൽ എന്താണ് ഗവൺമെൻറ്റിനോട് നമ്മൾ അപേക്ഷിക്കുക, നമുക്ക് എന്താണോ ആവശ്യം അത് ഗവൺമെൻറ്റിനോട് പറയും. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് എന്ത് കൊടുക്കണം, ചിലയിടത്ത് ഫീസ് അടക്കേണ്ടി വരും, ചിലയിടത്ത് അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടി വരും, ചിലയിടത്ത് അവരെ ലഞ്ച് കൊടുത്ത് സന്തോഷിപ്പിക്കേണ്ടി വരും, ചിലർക്ക് താമസിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്താലാണ് ഗവൺമെൻറ് നമ്മൾ പറഞ്ഞത് കേൾക്കുക. അതുപോലെ ഭഗവാന്മാരിലും നമ്മൾ ചിലപ്പോൾ അവരുടെ അടുത്ത് പോയി ഇരുന്നാൽ മതി, അവരെ സ്തുതിച്ച് പാടിയാൽ മതി, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുത്താൽ മതി, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് സേവ ചെയ്താൽ മതി. ഇപ്പോൾ NGO എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സേവ ചെയ്യുമ്പോൾ NGOനെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതുപോലെ ഒരു NGO സിസ്റ്റവും കൂടിയാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. പലർക്കുമുള്ള സഹായം ചെയ്യുക, ആ ചെയ്യുന്ന സമയത്ത് ഭഗവാൻ നമ്മളോട് പ്രീതി പ്രാപിക്കും. അല്ലാതെ നേരിട്ട് ഒരാൾ നമ്മളെ സഹായിക്കുന്ന രൂപത്തിലല്ല ഭാരതീയമായിട്ടുള്ള ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. ഗവൺമെൻറ് സിസ്റ്റം പോലെയാണ് ഭഗവാൻ എന്ന സങ്കല്പം ഭാരതീയ ശാസ്ത്രത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏത് സ്ഥലത്താണോ, എന്താണോ, എങ്ങനെയാണോ, ആരാണോ, എവിടെയാണ്, അത് ഓരോരാൾക്കും വ്യത്യസ്തം ഉണ്ടാവും. അമ്മയ്ക്ക് മക്കളോട് തോന്നുന്ന കൗതുകമാവാം ഒരു ഭഗവാനോട് ഒരു ഭക്തന് തോന്നുന്നു. ചിലപ്പോൾ മീരയോട് തോന്നുന്ന സ്നേഹം കൃഷ്ണനുണ്ടായതുപോലെ ആവാം നമുക്ക് തോന്നുന്നത് ഭഗവാനോട്. രാധയ്ക്ക് കൃഷ്ണനോട് തോന്നിയതുപോലെ ആവാം ചിലപ്പോൾ ഭഗവാനോട് തോന്നുന്നത്. ചിലപ്പോൾ അമ്മയ്ക്ക് തോന്നുന്ന, ദേവകിക്ക് തോന്നുന്ന തോന്നലാവാം ചിലപ്പോൾ കൃഷ്ണനോട് തോന്നിയിട്ടുള്ള ആ തോന്നലാവാം ഭഗവാനോട് നമുക്കുള്ളത്. അപ്പോൾ വ്യത്യസ്തമായ ആൾക്കാർക്ക്, ഒരു ശിഷ്യന് ഗുരുവിനോട്, ഗുരുവിന് ശിഷ്യനോട് തോന്നുന്നതും ആവാം. ഓരോ തരത്തിലും വ്യത്യസ്തമായ രൂപത്തിൽ, ഭാവത്തിലാണ് നമ്മുടെ ഭക്തിയും പ്രചാരവും. നമ്മളിപ്പോൾ ഇന്ന് ചൊല്ലുന്ന പല സംസ്കൃത ശ്ലോകങ്ങളും ഏതോ ഒരു കാലത്ത് ഭക്തൻ തോന്നിയപ്പോൾ എഴുതിയിട്ടുള്ളതാണ്. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കറിയാത്ത ഭാഷ, അറിയാത്ത മൂല്യങ്ങൾ, അറിയാത്ത ഭാവങ്ങൾ. ഇപ്പോൾ 1000 പേര്, സഹസ്രനാമം എന്നറിയപ്പെടുന്ന 1000 പേര്, ഒരാൾക്ക് സ്നേഹം തോന്നുമ്പോൾ കൊച്ചേ, പൊന്നെ, വാവേ, ചക്കരെ, തങ്കം എന്നൊക്കെ വിളിക്കുന്നത് പോലെ ഭഗവതിയെ, ഭഗവാനെ 1000 പേര് വിളിച്ചു എന്നുള്ളത് കൊണ്ട് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ 1000 പേരുകളിൽ ഞാൻ ഒരിക്കലും അത് ബൈഹാർട്ട് പഠിച്ചിട്ട് പൊന്നെ, ചക്കരെ, തങ്കം, കൊഞ്ചു എന്ന് വിളിക്കുന്നത് പോലെ വിളിക്കേണ്ട ഒരു കാര്യമില്ല. അതിന് യാതൊരു പ്രാധാന്യവും ഉണ്ടാവില്ല, അതിനൊരു ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ട് ഭക്തി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എന്താണ്, ഏത് തരത്തിലാണ്, ഏത് വിധത്തിലാണ്, എവിടെയാണ്, എങ്ങനെയാണ് കാണിക്കേണ്ടത് എന്നനുസരിച്ചിട്ട് മാത്രം പറയേണ്ടതാണ്. അതിന് കൃത്യമായ ഒരു രൂപവും ഭാവവും, ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഇന്നതൊക്കെയാണ് ഭഗവാന് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കാണാം, ഭാരതത്തിൽ ചില സ്ഥലങ്ങളിൽ മീനാണ് ഭഗവാന് കൊടുക്കുക, മറ്റു സ്ഥലത്ത് ചിക്കനാണ് കൊടുക്കുക, മറ്റു സ്ഥലത്ത് പാൽപ്പായസമാണ് കൊടുക്കുക, ചില സ്ഥലത്ത് ശർക്കര പായസമാണ് കൊടുക്കുക, ചില സ്ഥലത്ത് ലഡുവാണ് കൊടുക്കുക, ചിലപ്പോൾ ജിലേബിയാണ് കൊടുക്കുക, ചിലപ്പോൾ മഞ്ഞ ചോറായിരിക്കും കൊടുക്കുക. അപ്പോൾ ഓരോരോ സ്ഥലത്തും സ്ഥലകാലമനുസരിച്ച് പ്രാർത്ഥനയുടെ രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ വ്യത്യസ്തമായിട്ട്. അത്യാവശ്യമായിട്ട് വേണ്ടത് മാനസികമായിട്ടുള്ള ഒരു സന്തോഷം, ഭഗവാന്റെ അടുത്തിരിക്കുക, ഉപനിഷത്ത് എന്നാണ്, അടുത്തിരിക്കുക എന്നാണ്. അതുപോലെ തന്നെയാണ് ഉപവാസം, ഭഗവാന്റെ അടുത്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. നമ്മൾ എന്ത് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ പണി ഓർഡർ അയക്കുക, കാശ് കൊടുക്കുക, കുറേ ഏജന്റുമാരെ വെച്ചിട്ട്, പൂജാരിമാരെ വെച്ചിട്ട് പൂജകൾ ചെയ്യിപ്പിക്കുക, അതൊന്നും അല്ല അത്യാവശ്യമായിട്ട് വേണ്ടത്. ഭഗവാന്റെ അടുത്തിരിക്കുക, അടുത്തിരുന്നിട്ട് എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്മയോട് എന്താണോ പറയാൻ തോന്നുന്നത്, എൻ്റെ വിഷമങ്ങൾ, അമ്മയുടെ മടിയിൽ കിടന്ന് ഉറങ്ങാൻ തോന്നുന്നത് പോലെ ഭഗവാന്റെ അടുത്തിരുന്നിട്ട് എൻ്റെ പ്രശ്നങ്ങൾ പറയാനും സംവദിക്കാനുമുള്ള ഒരു മാനസികാവസ്ഥ എനിക്കുണ്ടെങ്കിൽ, അതുകൊണ്ട് എനിക്ക് സമാധാനം കിട്ടുമെങ്കിൽ, അതാണ് എൻ്റെ പ്രാർത്ഥനയുടെ ഏറ്റവും നല്ല മാർഗം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ, ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ, സന്മനസ്സുണ്ടാവട്ടെ, സദ്ഗതി ഉണ്ടാവട്ടെ.
ഏന കേന പ്രകാരേണ യസ്യ കസ്യാപി ദേഹിനഃ സന്തോഷം ജനയത് പ്രാജ്ഞ തദൈവം ഈശ്വര പൂജനം. ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഈശ്വര പൂജ എന്നറിയുന്നതാണ് ഏറ്റവും നല്ല പ്രാർത്ഥനയ്ക്കും പ്രയറിനും ഒക്കെയുള്ള ഗുണം. അത് ബിംബത്തിനോ വാസ്തു കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ക്ഷേത്രങ്ങൾക്കോ ഒന്നുമല്ല. ഏതെങ്കിലും മനുഷ്യന്മാർക്ക് സന്തോഷമുണ്ടാകുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമ്പോൾ അതാണ് യഥാർത്ഥ പ്രാർത്ഥന. പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.